സ്നേഹപ്പെട്ട എല്ലാവർക്കും പത്യത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ യാചിക്കുക കൊണ്ട് കിട്ടുന്നില്ല. യാക്കോബ് 4:2 വാക്യം. യേശുവിൻ്റെ ഫിലിപ്പിയിലെ അനുയായികളെയും നമ്മെയും ആവശ്യമായ സമയങ്ങളിൽ നമ്മുടെ ആദ്യത്തെ പ്രതിരോധത്തെ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ഇടപെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യം സ്വത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ഫിലിപ്പിയർ 4:6 വാക്യം. ജീവിതം സങ്കീർണമാകുമ്പോൾ യേശുവിൽ എന്നെ കണ്ടേൻ എന്നെ സ്തുതികീർത്തി എന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ആവശ്യമാണ്. എന്തൊരു സമാധാനമാണ് നാം പലപ്പോഴും നഷ്ടപ്പെടുത്തുന്നത്. എന്താ അനാവശ്യ വേദനയാണ് നമ്മെ സഹിക്കുന്നത്. ഒന്നും നാം വയ്ക്കേണ്ടില്ല, എല്ലാം പ്രാർത്ഥന ദൈവത്തോട് പറയാം. ഒരുപക്ഷെ ദൈവത്തോട് സഹായം ചോദിക്കുമ്പോൾ നമ്മെ സഹായിക്കാൻ കഴിയുന്ന ആളുകളോട് ചോദിക്കാൻ അവൻ നമ്മെ നയിക്കും. പ്രാർത്ഥന ദൈവത്തേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ഏത് സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നത്? അവനോടോ മറ്റുള്ളവരോടോ സഹായം ചോദിക്കാൻ നിങ്ങൾ മടിക്കുന്നതിൻ്റെ ചില കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രാർത്ഥിക്കാം. പിതാവേ, എൻ്റെ ഭാരങ്ങളും ഭയങ്ങളും ഉൾപ്പെടെ എല്ലാം പ്രാർത്ഥനയിൽ അങ്ങയുടെ അടുക്കൽ കൊണ്ടുവരാത്തതിന് എന്നോട് ക്ഷമിക്കണമേ. മറ്റുള്ളവരുമായി ബന്ധപ്പെടാനും സഹായം ചോദിക്കാനും എന്നെ സഹായിക്കണമേ. താങ്ക് ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം നിറയ്ക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം വരാവുന്ന അവിടുന്ന് രോഗത്തൊക്കെ കാത്തുരുവാഴ്ച ഞാൻ ദൈവം നന്ദി പറയുന്നു. പുതിയൊരാഴ്ചകൾ നമ്മൾ അത്ഭുതകരമായി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരു കൂടി ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.